കിസ്ത് കിട്ടി. UAE ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഹയാത്തിന്റെ ട്രഡീഷണൽ ക്രീം അന്വേഷിച്ച് ഒമാനിൽ ഞങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അവന്യൂ മാള്, ഗ്രാൻഡ് മാള്, നെസ്റ്റ് തുടങ്ങി പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ എല്ലായിടത്തും ഞങ്ങൾ പോയി. പിന്നെ നമ്മളൊരു ഒമാനി സുഹൃത്തിൻ്റെ സഹായത്തോടെ 2 ബേക്കറി സജഷൻ കിട്ടി. അപ്പം അങ്ങനെ ആദ്യത്തെ ബേക്കറിയിൽ പോയി കഴിഞ്ഞപ്പോൾ സാധനം അവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു സാധനമല്ല, ആ രീതിയിലല്ല അത് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് നമ്മൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ച അതേ ലെയറും കാര്യങ്ങളുള്ള ആ ഒറിജിനൽ ട്രഡീഷണൽ ക്രീം, അതായത് കിസ്ത എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ആ സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇവനാള് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് ഇറക്കാണ്ട് നടക്കില്ല. ഇതിനിവിടെ ഏകദേശം ഒരു 4,900 പെർ കിലോന് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഒരു ബോക്സ് ഇടുന്ന സമയത്ത് മിനിമം മുതൽ 1/2 കിലോ ഒക്കെ തൂക്കം വരുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു ബോക്സ് വാങ്ങി, പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു തേനും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ വീടെത്തണവരെ ക്ഷമിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഏത് ഫുഡ് ആദ്യമായിട്ട് ട്രൈ ചെയ്യണില്ല അത് ഞാനൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കും, കാരണം അതിൻ്റെ ഫസ്റ്റ് സ്മെല്ല് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലും തോന്നില്ല, ചെറുതായിട്ടൊരു പാൽപ്പൊടിയുടെ സ്മെല്ലൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ആക്ച്വലി ഇതൊരു ഡയറ്റ് ഫുഡാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഡയറ്റ് എടുക്കുന്ന ആളുകൾക്കൊക്കെ ഇത് സിമ്പിളായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ തേനൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് ചേർക്കാം. അധികം തേൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നണേ. തേനും ഈ കിസ്തയായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. പലർക്കും പല ടേസ്റ്റ് തോന്നും, പക്ഷെ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു ടേസ്റ്റാണ്. എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, അതിൽ ഒരു രക്ഷയില്ല. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ പൊണ്ടാട്ടിക്ക് സ്വതവേ ഈ പാലുൽപ്പന്നങ്ങളും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, കാരണം അതിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു സാധനം ഹണിയൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ആൾക്ക് നന്നായിട്ട് അതിന് ഇഷ്ടപ്പെട്ടു, കാരണം അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല എന്നാണ് ആൾ പറയുന്നത്. പിന്നെ ഇത് ഹണി ചേർക്കാണ്ട് നമ്മൾ ചെറിയൊരു ഭാഗം കൂടി ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ മധുരമില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ഇവനാൾ കുറച്ച് ഹെവിയാണ്, അതുകൊണ്ട് 2 ആൾക്കായാലും ഈ ഒരു ബോക്സ് ഒറ്റ ഇരിപ്പിനൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ട്രൈ ചെയ്യുന്ന ആളുകളൊക്കെ ട്രൈ ചെയ്യുന്ന ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.